കുടിവെള്ളക്ഷാമം നേരിടുന്ന അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിന് തീരുമാനമായി. കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് നടന്ന കമ്മിറ്റി തീരുമാനത്തിലാണ് പരിഹാരമുണ്ടായത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ കുടിവെള്ള വിതരണം ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. തുലാമഴയും വേനൽമഴയും ചതിച്ചു. പെരിയാറിന്റെ തീരപ്രദേശം ഉൾപ്പെടെ വറുതിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. താഴ്ന്ന പ്രദേശത്തും പെരിയാറിന്റെ തീരത്തുള്ളവർക്കും കുളിക്കാനും അലക്കാനും പെരിയാറിനെ ആശ്രയിക്കാം. എന്നാൽ ഉയർന്ന പ്രദേശത്തുള്ളവർക്ക് കുടിക്കാനും കുളിക്കാനും അലക്കാനും യാതൊരു മാർഗവുമില്ല. കുടിവെള്ളം പോലും വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ്. കൂലിപ്പിന്നെടുത്ത് കഴിയുന്നവർക്ക് ഇതും വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കുടിവെള്ളമില്ലാതെ വലയുകയാണ് പഞ്ചായത്തിലെ 13 വാർഡിലെയും ജനങ്ങൾ. ഇവരുടെ ദുരിതം മനസ്സിലാക്കിയാണ് കളക്ടറിൽ നിന്നും കുടിവെള്ള വിതരണത്തിന് ഉത്തരവ് വാങ്ങിയത്. ഇതേ തുടർന്ന് കമ്മിറ്റി കൂടുകയും 6 ലക്ഷം രൂപ വരെ കുടിവെള്ളത്തിന് ചെലവഴിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. കടുത്ത വേനലിൽ നമുക്ക് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമെന്ന് പറയുന്നത് ഈ പ്രാവശ്യം നമുക്ക് വെള്ളം ഇറക്കി കൊടുക്കുന്നതിന് കളക്ടറിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കൂടിയ കമ്മിറ്റിക്കകത്ത് അടിയന്തരമായിട്ട് ടെൻഡർ വിളിച്ചുകൊണ്ട് GPS ഘടിപ്പിച്ച വാഹനത്തിൽ വെള്ളം ഇറക്കി കൊടുക്കുന്നതിനും ടെസ്റ്റ് നടത്തി 13 വാർഡിൻ്റെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് വെള്ളം ഇറക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ നടപടി സ്വീകരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന് 6 ലക്ഷം രൂപ വരെ ചെലവഴിക്കാനാണ് നമുക്ക് ഉത്തരവുള്ളത്. ഉടൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തിന് മുൻഗണന നൽകി കുടിവെള്ള വിതരണം ചെയ്യും. GPS സംവിധാനമുള്ള വാഹനത്തിലാണ് കുടിവെള്ള വിതരണം ചെയ്യുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.